ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ. ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ടു എ മൂവിംഗ് ബോഡി ആണല്ലോ. അപ്പോൾ എന്താ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ? എഫ് ഈക്വൽ ടു എം എ. എല്ലാവർക്കും അറിയാം, ഫോഴ്സ് എന്ന് പറയുന്ന മാസ് ഇൻറ്റു ആക്സിലറേഷൻ, മാസിന്റെ ആക്സിലറേഷന്റെ പ്രൊഡക്റ്റ് ആണ്. ഈ ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് ഡൈനാമിക് പ്രോബ്ലത്തെ ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പ്രോബ്ലം ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ എന്താ സ്റ്റാറ്റിക്സും ഡൈനാമിക്സ് എന്ന് അറിയാമോ? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ബോഡി അറ്റ് റെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ, അതിനെ ഡീൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മേശയിരിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ബുക്ക്, അത് ബോഡി അറ്റ് റെസ്റ്റ്, അതിന് വിത്ത് റെസ്പെക്ട് പൊസിഷൻ ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി പക്ഷേ അതിനെ കുറേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ മേശ കൊടുക്കുന്ന സപ്പോർട്ട്, അതിൻ്റെ വെയിറ്റ്, അതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നതാണ് സ്റ്റാറ്റിക്സ്. വേറെ ഫോഴ്സ് ഒന്നും അവിടെ ഉണ്ടായില്ല. അപ്പോൾ ബോഡി മൂവിങ് അല്ല, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ തന്നെ എപ്പോഴും നിൽക്കുവാണ്. അപ്പോൾ അതാണ് സ്റ്റാറ്റിക്സ്. അപ്പോൾ നമ്മളിരിക്കുന്ന മേശ പിടിച്ച് നമ്മൾ വലിച്ചു, അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി, ആക്സിലറേഷൻ ഉണ്ടായി, ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ആക്സിലറേഷൻ ഉണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നതാണ് എന്ത്? ഡൈനാമിക്സ്. അപ്പോൾ ഇത് പറഞ്ഞ ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ പറയുന്നത് ഡൈനാമിക് പ്രോബ്ലത്തെ നമുക്ക് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പ്രോബ്ലമായിട്ട് ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ വെച്ച് മാറ്റാമെന്ന്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ? ഡൈനാമിക്സ് കുറച്ചുകൂടെ കോംപ്ലക്സ് അല്ലേ. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടൊരു പ്രോബ്ലത്തെ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇത് പറയുന്നത് റിസൾട്ടന്റ് ഓഫ് സിസ്റ്റം ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഇൻ മോഷൻ ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് ദ ഇനർഷ്യ ഫോഴ്സ്. അത് നമുക്ക് ഫിഗർ വെച്ച് പറയാം. ഇതൊരു ബോഡി, മാസ് എം ഉള്ള ഒരു ബോഡി, അതിന് പല പല ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, F1, F2, F3. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി റിസൾട്ടന്റ് നമ്മൾ ഒരു ഒറ്റ ഫോഴ്സ് F എന്ന് പറഞ്ഞ് വിളിക്കുക. ഇവിടെ മൂവ്മെന്റ് ഉണ്ടായില്ലോ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്ക് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യില്ല, ഒരു മൂവ്മെന്റ് ഉണ്ടായില്ലോ, എഫ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മളിപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഫിഗർ നോക്കിക്കേ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ -ma എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ്, അതായത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ma കൊടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ma വരുന്നത്. അപ്പോൾ -ma എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇക്വിലിബ്രിയത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഈ -ma നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനർഷ്യ ഫോഴ്സ്. അപ്പോൾ ഇനി നമ്മളെ ഡെഫിനേഷൻ നോക്കിയേ. ദ റിസൾട്ടന്റ് ഓഫ് സിസ്റ്റം ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഇൻ മോഷൻ, അതെന്ന് പറയുന്നത് എഫ് ആണ്. നമ്മൾ പറഞ്ഞത് ആദ്യം റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് ഇനർഷ്യ ഫോഴ്സ്. അപ്പോൾ ഇനർഷ്യ ഫോഴ്സ് ഏതാ? നമ്മൾ -ma. ഈ -ma എന്ന് പറയുന്നതാണ് നമ്മൾ ഇനർഷ്യ ഫോഴ്സ് F എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ F ഈക്വൽ ടു ma നമുക്ക് എങ്ങനെ എഴുതാം? റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ma നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുമ്പോൾ F - ma എന്ന് പറഞ്ഞാൽ നമുക്ക് F - ma ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ F - ma നമുക്ക് എങ്ങനെ എഴുതാം? F + -ma എന്ന് പറഞ്ഞ് എഴുതാം. ഈ -ma എന്ന് പറയുന്നതാണ് ഇനർഷ്യ ഫോഴ്സ്. ഇത്രേ ഉള്ളൂ ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ F+, അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഇനർഷ്യ ഫോഴ്സും കൂടി എപ്പോഴും ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കും. അതാണ് ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ. താങ്ക് യു.